ഹരേ രാമ ഹരേ കൃഷ്ണ. കർക്കിടക വാവിന് മുൻപ് ഈ നാളുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഓഗസ്റ്റ് 4-നാണ് കർക്കിടക വാവ് വരുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഇതിനു മുൻപായി വളരെയധികം ദോഷകരമായ ദിവസങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. വാവ് വരെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ദോഷകരമായ സമയം വന്നെത്തുന്നത് എന്ന് നോക്കാം. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് പ്രധാനമാണ്. ഓഗസ്റ്റ് 4-നാണ് കർക്കിടക വാവ് വന്നെത്തുന്നത്. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപുള്ള ഈ ദിവസങ്ങൾ അത്ര നല്ല സമയമല്ല, ദോഷകരമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 4 വരെയുള്ള ദിവസങ്ങൾ അതീവ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ദോഷകരമായ സമയം വന്നെത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം ദോഷകരമായ സമയമാണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കേണ്ട ഒരു സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ചതി വരുവാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം, മാനഹാനി എന്നിവയും ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം തടസ്സങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും വന്നുചേരും. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിലെ പൂജിച്ച ഭസ്മം അണിയുന്നതും ഈ ദോഷകരമായ സമയങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 2025 മാർച്ച് മാസത്തിലെ ശനിമാറ്റം 7ര ശനിദോഷത്തിന് അന്ത്യം കുറിക്കുകയും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരികയും ചെയ്യുന്നതാണ്. പുതിയ ജോലിയിലുള്ള അവസരങ്ങൾ ലഭിക്കുകയും ജോലിയിൽ പുരോഗതി നേടുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും സമ്പാദ്യം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരുകയും ബഹുമാനം നേടുകയും ചെയ്യും. രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശകൾ ദുരിതങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുവാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഈ ദശകളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നേടുവാനും ചില ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായി വരും. നവഗ്രഹങ്ങളിൽ ചന്ദ്രനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. തിങ്കളാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുക. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുക. യഥാവിധി ചന്ദ്രമന്ത്രം ജപിക്കുക. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിക്കുക. നീല വസ്ത്രം ധരിക്കുക. ശനി മന്ത്രം യഥാവിധി ജപിക്കുക. തിരുവോണം, അത്തം, രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിരുവോണം തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്ത്ര സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുക. അയ്യപ്പനെയും ദുർഗാദേവിയെയും പതിവായി പ്രാർത്ഥിക്കുക. അമാവാസിയും തിങ്കളും തിരുവോണവും കൂടി വരുന്ന ദിവസം യഥാവിധി വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദിവസവും ഭക്ഷണം ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അനാഥ കുട്ടികൾക്ക് അന്നദാനം നടത്തുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ മഹാവിഷ്ണു ആയതിനാൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ കുരങ്ങുകളെ ഉപദ്രവിക്കരുത്. ഭക്ഷണത്തിൽ കോഴിയിറച്ചി ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം ദോഷകരമായ സമയമാണ് വാവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ. വാഹനങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ഈ സമയം കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. പല ടെൻഷനുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ ശിവഭജനം കൊണ്ട് ഒഴിവാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും തൊടുന്നതും തുളസി കയ്യിൽ വയ്ക്കുന്നതും വളരെ നല്ല ഗുണം ചെയ്യും. 2025 ശനിമാറ്റം നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. തുലാം രാശിക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയും. ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതുമാണ്.
പൊതുവായി ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധ വ്യാഴ ശുക്രദശകളിൽ ദോഷം പരിഹാരം ചെയ്യണം. ഈ ദശകളിൽ ജീവിതം ദുരിതപൂർണമാകുവാൻ ഇടയുണ്ട്. നവഗ്രഹങ്ങളിൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഗ്രഹത്തിന് പ്രത്യേക പൂജകൾ നടത്തുകയും വ്രതമെടുക്കുകയും ചെയ്യുന്നത് ഗുണകരമായി തീരും. പ്രത്യേകിച്ചും ചിത്രയും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും വേണം. ചിത്തിര 1-2 പാദക്കാർക്ക് ബുധപ്രീതി വരുത്തണം. ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധന് പ്രത്യേകിച്ച് പൂജകൾ നടത്തുന്നത് ഗുണകരമാകും. ചിത്തിര 3-4 പാദക്കാർ ശുക്രപ്രീതി വരുത്തണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രന് പ്രത്യേക പൂജകൾ നടത്തുന്നത് ഗുണകരമായി തീരും. ചിത്തിര അവിട്ടം മകയിര നാളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും അനുഷ്ഠിക്കുക. ഈ ദിവസങ്ങൾ ചിത്തിര നക്ഷത്രത്തിന് പ്രത്യേകിച്ചും ശുഭകരമാണ്. വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വയ്ക്കുന്നത് നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റുവാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ഭജനവും ദുർഗാ ഭജനവും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നൽകുകയും ചെയ്യും. ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സുരക്ഷയും ഈശ്വരനാമത്താൽ വന്നുചേരുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് ധനപരമായ വളരെയധികം പ്രയാസങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷിച്ച പോലെ ധനം വരണമെന്നില്ല. മാനഹാനി വരാം, തടസ്സങ്ങൾ ഉണ്ടാകും. ലഭിക്കും എന്നു കരുതുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാതെ വരും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം വന്നു ചേരും. വഴക്കുകൾക്കും സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. 2025 മാർച്ച് മാസത്തിലെ ശനി മാറ്റം നിങ്ങൾക്ക് കീർത്തി, ധനലാഭം, സർവകാര്യ വിജയം എന്നിവ നൽകും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ലഭിക്കുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലം അത്ര സുഖകരമാവില്ല. വെള്ളിയാഴ്ച ചോതി വരുന്ന ദിവസം നിശ്ചയമായും ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചോതി, ചതയം, തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുക. നവഗ്രഹങ്ങളിൽ രാഹുവിനെയും ശുക്രനെയും പ്രീതിപ്പെടുത്തുക. വെള്ള, കറുപ്പ്, ഇളം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരിയെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുക. നിത്യവും ഹനുമാൻ ചാലിസ ചൊല്ലുക. ചോതി നക്ഷത്രത്തിന്റെ മൃഗമായ എരുമയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. ഭക്ഷണത്തിൽ നിന്നും എരുമ, പോത്ത് ഈ വിധ മാംസം ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമല്ല വന്നെത്തുന്നത്. നിങ്ങളുടെ എല്ലാവിധ തീരുമാനങ്ങളും തെറ്റാം. വിചാരിച്ച പദവികൾ കൈവിട്ടു പോകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വന്നുചേരും. നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് വന്നു ചേരുവാൻ പോകുന്നത്. എല്ലാവിധ തടസ്സങ്ങളിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തം വേണ്ട രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതെ വരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. യാത്ര ചെയ്യുമ്പോൾ തുളസി കയ്യിൽ കരുതാം. ഭഗവാനെ ആരാധിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ഉരവിടാം. സൂര്യൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ ഈ വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തും. ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. രാഹുവിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുവാൻ രാഹു പൂജ നടത്തുന്നത് ഗുണകരമാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ദീക്ഷ നേടി അക്ഷരസ്ഫുടതയോടെ ചൊല്ലിയാൽ ദുരിതങ്ങൾ ലഘൂകരിക്കുവാൻ സാധിക്കുന്നതാണ്. അർഹരായവർക്ക് അന്നദാനം നൽകുക. ജീവകാരുണ്യ പ്രവൃത്തികളിൽ നേരിട്ട് പങ്കെടുക്കുക. ആത്മീയ സംഘടനകളിൽ സേവനം നടത്തുക എന്നിവയും ഗുണകരമാണ്. മഹാദേവൻ, ഗണേശ ഭഗവാൻ, സർപ്പദൈവങ്ങൾ എന്നിവർക്ക് പിറന്നാൾ തോറും പൂജകൾ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ജാതകത്തിലെ നവഗ്രഹ സ്ഥാനം നോക്കി രാഹു ബുധ പ്രീതി വരുത്തേണ്ടതാണ്.
ചോതി, ചതയം, തിരുവാതിര ദിനങ്ങളിൽ മുടങ്ങാതെ നാഗപ്രതിഷ്ഠയെ വണങ്ങുന്നത് ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ കാവിൽ പോയി വഴിപാടുകൾ നടത്തുക. കാവ് ഇല്ലെങ്കിൽ താമസ സ്ഥലത്തെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇവർക്ക് ധനപരമായ വളരെയധികം പ്രയാസങ്ങൾ വന്നുചേരും. കാര്യ തടസ്സങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും ആലസ്യമുണ്ടാകാം. പല കാര്യങ്ങളിലും പ്രശ്ന പരിഹാരമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുവാൻ വളരെയധികം കാലതാമസം നേരിടേണ്ടി വരും. നിങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. പല ദൗത്യങ്ങളിലും നിങ്ങൾ പരാജയപ്പെടും. പലരുടെയും പിന്തുണ നിങ്ങൾക്ക് ഈ സമയത്ത് നഷ്ടപ്പെടുന്നതാണ്. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര സമയത്ത് മകയിരം നക്ഷത്രക്കാർക്ക് ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതാകുന്നു. കുജദോഷം കുറയ്ക്കുന്നതിനായി കുജപ്രീതി വരുത്തേണ്ടതാണ്. ഏതു പാദത്തിൽ ജനിച്ചു എന്ന് കണക്കാക്കി ദുർബലമായ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. മകയിരം, ചിത്തിര, അവിട്ടം ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭജനവും കുജൻ യുഗ്മരാശിയിലെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തുക. ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം അംഗാരക പൂജ നടത്തുക. മകയിരം ഇടവക്കൂറുകാർ ശുക്രനെ പ്രീതിപ്പെടുത്തുക. മകയിരം മിഥുനക്കൂറുകാർ ബുധനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമയം നല്ലതല്ല. പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം വന്നു ചേരണമെന്നില്ല. വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായും പ്രശ്നങ്ങൾ വന്നു ചേരും. മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം, മാനസിക നഷ്ടം എന്നിവയുണ്ടാകാം. വരവ് കുറയുവാനും ചെലവ് വർദ്ധിക്കുവാനും ഇടയാകുന്നതാണ്. വിവാഹ കാര്യത്തിൽ വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും. ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കയ്യിൽ വന്നു ചേരണമെന്നില്ല. കടബാധ്യതകൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ശിവ ആരാധന വളരെയധികം ഗുണകരമാകും. 2025 മാർച്ച് മാസത്തിൽ വരുന്ന ശനിമാറ്റം ജന്മശനി ആരംഭമാണ്. വളരെ പ്രതികൂല സ്ഥിതിയായിരിക്കും നിങ്ങൾക്ക്. ഈ സമയത്ത് ജാതക ഗണനം നടത്തി വേണ്ട പരിഹാര ക്രിയകൾ നടത്തുന്നത് പക്ഷം വലിയ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ്. സൂര്യ ചൊവ്വാറ്റു ദശകളിൽ ദോഷപരിഹാരം അനിവാര്യമാണ്. ഈ ദശകളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ ഈ ദശകളിൽ ദോഷപരിഹാരം ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. ശാസ്താവ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപനാണ്. അതിനാൽ ശാസ്താ പ്രീതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശാസ്താവിന് വഴിപാടുകൾ നടത്തുക, ശാസ്താ സ്തുതികൾ ചൊല്ലുക എന്നിവ ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശനീശ്വരനെ വണങ്ങുന്നത് എള്ളെണ്ണ ദീപം തെളിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രം വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുകയും അന്നദാനം നടത്തുകയും ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്ര ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ദർശനം നടത്തുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അർഹരായ ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ്. ക്ഷേത്ര പൂജാരികളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും, പ്രത്യേകിച്ച് പ്രായമായ ബ്രാഹ്മണരിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. പാവപ്പെട്ട ബ്രാഹ്മണർക്ക് വിവിധ ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, അരി, പാൽ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഈ ദാനത്തിൽ പാൽ ചേർത്തിട്ടുണ്ടാകുന്ന പലഹാരങ്ങൾ ഒരേ സമയം 8 ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. സാധാരണ ദാനത്തിലും ശക്തി കൂടിയ ഒരു പ്രത്യേക ദാനമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ കർമ്മം ചെയ്താൽ ജന്മാന്തര പാപങ്ങൾ വരെ മാറുന്നതാണ്.
വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, അരി, പാൽ, വസ്ത്രങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നതും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങൾ അകറ്റുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരായ ആളുകൾക്കും ഒരു രീതിയിലും അനുകൂലമായ സമയമല്ല. നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും കുറയും. അപ്രതീക്ഷിത ധന നഷ്ടം വന്നു ചേരും. ജോലി തേടുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മാനസിക പ്രയാസങ്ങൾ വന്നു ചേരാം. ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ ശത്രുക്കളായി മാറും. പ്രതികരണങ്ങൾ കരുതലോടെ വേണം. നല്ല കാര്യങ്ങൾക്ക് അത്ര ശുഭകരമായ സമയമല്ല. സാഹസിക യാത്രകൾ, സാഹസിക പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കുക. വാഹന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ഭജിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് സൂര്യൻ, ശനി, കേതു ദശകളിൽ ദുരിതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ചതയം നാളിൽ രാഹു പൂജ ചെയ്യുക. ശനിയാഴ്ചയും ചതയവും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുക. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുവാനായി ശാസ്താവിനെ ആരാധിക്കുക. കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ പോയി വിളക്ക് വയ്ക്കുക. കോടി ദുരിതങ്ങൾ അതിൽ തന്നെ മാറും. അല്ലാത്ത പക്ഷം അഥവാ ദൂരെ ആണെങ്കിൽ അടുത്തുള്ള കാവിലെങ്കിലും മാസത്തിൽ ഒരു ദിവസം വിളക്ക് വയ്ക്കുക. സർപ്പങ്ങൾക്ക് അഭിഷേകമോ യഥാശക്തി 100 പാലുമോ മഞ്ഞൾപ്പൊടി സമർപ്പണമോ തിരിതെളിച്ച് പ്രാർത്ഥിക്കുകയോ കഴിയുന്ന പോലെ ചെയ്യുക. ചതയം, തിരുവാതിര, ചോതി നക്ഷത്രങ്ങളിൽ കൃത്യമായും ശിവക്ഷേത്ര ദർശനം നടത്തണം. എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വീട്ടിൽ ഫിഷ് ടാങ്ക് വയ്ക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. കടൽ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ഒരു കാരണവശാലും മദ്യപിക്കരുത്. 2025 മാർച്ച് മാസത്തിലെ ശനിമാറ്റം 7 ശനിയുടെ കാഠിന്യം കുറയുമെങ്കിലും ദേഹദുരിതം, ശത്രുഭയം എന്നിവ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമല്ല. സാമ്പത്തികമായി വളരെയധികം നഷ്ടം സംഭവിക്കും. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് കാരണം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. ന്യായമായ കാര്യങ്ങളിൽ നടന്നു കിട്ടുവാൻ പോലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ സമയം നിങ്ങളുടെ വരുമാനത്തിൽ പലവിധ തടസ്സങ്ങളും വന്നു ചേരും. നിലവിലെ ജോലിയിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകില്ല. ഏകാഗ്രത നഷ്ടപ്പെടാം. മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ച് പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാതെയും വരും. സാമ്പത്തികമായ മെച്ചം അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. ശിവഭഗവാനെ ആരാധിക്കുക വഴി വളരെയധികം ഗുണം ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഈ ദശകളിൽ ചില ദോഷഫലങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ചില ലളിതമായ പരിഹാരങ്ങൾ പിന്തുടരുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ദിവസവും ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ദുർഗാദേവിയെയും പാർവതി ദേവിയെയും രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ദേവതകളാണ്. ഈ ദേവതകളെ ആരാധിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ, സംരക്ഷണം നൽകുവാനും സഹായിക്കും. ശിവനെ ആരാധിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ദശാപഹാരത്തിനനുസരിച്ച് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് ശിവനെ അഭിഷേകം ചെയ്യുന്നതും ഗുണം ചെയ്യും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുകയും പാല്, വെളുത്ത അരിയോ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ്. രോഹിണിയും തിങ്കളും ഒത്തുവരുന്ന ദിവസം പൗർണമി ദിവസവും കണിശമായി വ്രതം ആചരിക്കുക. പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ഭദ്രകാളി അമ്മയെയും വണങ്ങുക. അത്തം, തിരുവോണം എന്നിവയിലും നക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ചന്ദ്രനും ശുക്രനും രോഹിണി നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ടവയാണ്. അതിനാൽ തന്നെ ഈ ഗ്രഹങ്ങളെ പൂജിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ദുർഗാദേവിയെ തൊഴുന്നത് ദോഷഫലങ്ങളിൽ നിന്നും മോചനം നേടുവാനും സഹായിക്കുന്നതാണ്. ശനിദശ കാലത്ത് പൂർണ്ണമായ സസ്യാഹാരം പിന്തുടരുന്നത് നിങ്ങളുടെ എല്ലാവിധ ദോഷഫലങ്ങളും കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ ഒരു സൂചന മാത്രമാണ്. പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്ന ദശാപഹാര കണക്ക് ഒരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെ ജനനഗ്രഹനില, ജന്മശിഷ്ടമൊക്കെ മാറുന്നതനുസരിച്ച് ദശാപഹാരം മാറിയേക്കാം. മാത്രമല്ല യോഗങ്ങൾ, ദശാപഹാരം എന്നിവ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കും. ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും മോശം സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.